सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം, നമസ്കാരം. ഹരിനാമ കീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം. നമ്മൾ പഠിച്ച ശ്ലോകങ്ങൾ ഒന്ന് ഒരുമിച്ച് ചൊല്ലാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതും ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരെണ്ടൽബധ മിണ്ടാവതല്ലമമം പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാഖിലഖിലം ജ്ഞാനിതെന്ന വഴി തോന്നീണമീ വരദ നാരായണായ നമ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ഹരിനാമ കീർത്തനമിതുരജൈവതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരനും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു ഉരജൈവതിന്നരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജന നാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മങ്ങളും പരമ നാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചുമുദകപ്പോളെ പോലെ ജനനാന്തേന നിത്യഗതി ത്വദ്ഭക്തിവർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ. നത്താരിൽ മാനിനി മനാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിഹീനനിധി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുവാനരുൾക നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല
സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ നാരായണായ നമ. ഗുരുപരമ്പരയുടെയും ഭഗവാൻ നാരായണൻ്റെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പഠനം പുനരാരംഭിക്കാം. 8ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഹരിനാമകീർത്തന പഠനം അവസാനിപ്പിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ പല പല പദ്യങ്ങളിലായിക്കൊണ്ട് ഭഗവാൻ നാരായണൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലയോ ഭഗവാനെ, ഞാൻ വെറും ഒരു മനുഷ്യജീവി, ഞാൻ പലയിടത്തും അലഞ്ഞു, പല ഗർഭവാസവും പല പല ജന്മങ്ങളും ഞാൻ എടുത്തു. അതിൻ്റെയൊക്കെ പരിണിതഫലമായി കർമ്മബന്ധമായ ദുഃഖം ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അല്ലയോ ഭക്തവത്സല, എനിക്ക് നീ ഈ ദുഃഖത്തിൽ നിന്നും മോചനമായ ഒരു സദ്ഗതി നൽകണേ എന്നായിരുന്നു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാനോട് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ഇനിയും 9ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് കാണാം എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന്. ശ്ലോകം 9. പച്ചക്കിളി പവിഴ പാൽവർണം ഒത്ത നിറം ഇച്ഛിപ്പവർക്കു ഷഡാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കും സത്വരജസ്തമോഭേദരൂപഹരി നാരായണായ നമ. ഇങ്ങനെയാണ് ശ്ലോകം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷഡാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കും സത്വരജസ്തമോഭേദരൂപഹരി നാരായണായ നമ. പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷഡാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോഭേദരൂപഹരി നാരായണായ നമ. അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഈ ശ്ലോകം കൊണ്ട് അങ്ങയുടെ പാദനമസ്കാരം ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ നമസ്കാരത്തിൽ എഴുത്തച്ഛൻ അർപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറം. വളരെ കാവ്യാത്മകമായി മനോഹരമായി ഈ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ പറയുകയാണ്. പച്ചക്കിളി, പവിഴം, പാൽവർണ്ണം, ഒത്ത നിറം. ഈ നിറങ്ങളെല്ലാം ഇവിടെ എഴുത്തച്ഛൻ വർണ്ണിക്കുകയാണ്. പച്ചക്കിളിയുടെ നിറം, പവിഴത്തിൻ്റെ നിറം, പാൽവർണ്ണത്തിൻ്റെ നിറം, ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. പച്ചക്കിളിയുടെ നിറം എന്തെന്ന് വെച്ചാൽ കടും പച്ച നിറമാണ് പച്ചക്കിളിക്കുള്ളത്. ഈ കടും പച്ച നിറം എന്തെന്ന് വെച്ചാൽ തമോ ഗുണത്തെ സൂചിപ്പിക്കുന്ന നിറമാണ് കടും പച്ച എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. അടുത്ത നിറം പവിഴം, പവിഴ നിറം. പവിഴ നിറം എന്ന് വെച്ചാൽ ചുവപ്പ് നിറത്തിനെയാണ് ഇവിടെ പവിഴ നിറമായി കവി ഉപമിച്ചിരിക്കുന്നത്. ചുവപ്പ് നിറം രജോ ഗുണത്തിൻ്റെ പ്രതീകമാണ് ചുവപ്പ് നിറം. അടുത്തത് പാൽവർണ്ണം. പാൽവർണ്ണം എന്ന് വെച്ചാൽ നല്ല തൂവെള്ള കളറ്. വെളുപ്പിൻ്റെ നിറം എന്തെന്ന് വെച്ചാൽ സത്വഗുണത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പം കടും പച്ച എന്നാൽ ഒരു കറുപ്പ് നിറം. അത്രമാത്രം ഇരുണ്ട കറുപ്പല്ലെങ്കിലും കറുപ്പ് നിറത്തോട് ഉപമിക്കാവുന്നതാണത്. അപ്പോൾ ഇവിടെ 3 നിറത്തിലെ 3 ഗുണങ്ങളോടാണ് കവി ഉപമിക്കുന്നത്. കടും പച്ച നിറം, ചുവപ്പു നിറം, വെളുപ്പു നിറം. അതായത് തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും സത്വഗുണത്തിനെയുമാണ് ഈ നിറങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറം, ഒത്ത നിറം.
വെച്ചാൽ എന്താണ്? ഈ 3 നിറങ്ങളും അല്ലെങ്കിൽ ഈ 3 ഗുണങ്ങളും തുല്യമായ അവസ്ഥ, അതാണ് ഒത്ത നിറം. ഇവിടെ നിറം എന്ന് വെച്ചാൽ അവസ്ഥ. ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തുല്യമായ അവസ്ഥ, അതായത് നിർവികാര അവസ്ഥ. അതായത് ഒന്നും കൂടുതലില്ല, സത്വഗുണം കൂടുതലില്ല, രജോ ഗുണവും കൂടുതലില്ല, തമോ ഗുണവും കൂടുതലില്ല, ഒന്നും കുറവുമില്ല. സത്വഗുണമോ തമോ ഗുണമോ രജോ ഗുണമോ ഒരു ഗുണവും കുറവുമില്ല കൂടുതലുമില്ല, അങ്ങനെയുള്ള അവസ്ഥ, അത് ബാലൻസ്ഡായ അവസ്ഥ. അതായത് ഇവിടെ നമ്മൾ എന്താണ് എഴുത്തച്ഛൻ ഈ പദ്യത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിർവികാര അവസ്ഥ, പരമാത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ. ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും പല ഗുണങ്ങൾ കൂടി വരും. ഇപ്പോൾ ചിലപ്പോൾ നല്ല സത്വഗുണമായിരിക്കാം, കുറച്ച് കഴിഞ്ഞാൽ എന്താ അത് തമോ ഗുണത്തിലേക്കോ രജോ ഗുണത്തിലേക്കോ പോകാം. ഇപ്പോൾ നല്ല രജോ ഗുണമാണെങ്കിലോ രജോ ഗുണം ഇങ്ങനെ കൂടി നിൽക്കും, പക്ഷേ സത്വ തമോ ഗുണങ്ങൾ അവിടെ കാണാനേ സാധിക്കില്ല. അങ്ങനെയുള്ള അവസ്ഥ. അപ്പം നമ്മളുടെയൊക്കെ അവസ്ഥ അങ്ങനെ. ഇപ്പോൾ രാത്രി ഉറങ്ങുമ്പോഴോ നമ്മൾ പൂർണ്ണമായും തമോ ഗുണം നമ്മളെ ആവരണം ചെയ്തിരിക്കുക, അവിടെ സത്വഗുണമോ രജോ ഗുണമോ നമ്മൾക്ക് കാണാനേ സാധിക്കില്ല. അപ്പം നമ്മളുടെയൊക്കെ അവസ്ഥ ഇതാണ്, പല ഗുണങ്ങൾ മാറി മാറി വരും, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചോ അങ്ങനെയില്ല, ഇതെല്ലാം സന്തുലിതാവസ്ഥയിലാണ്, 3 ഗുണങ്ങളും ഒരുപോലെയാണ്. അതുകൊണ്ട് നിർവികാര അവസ്ഥയാണ് ഈ നിറങ്ങൾ കൊണ്ട് കവി വർണ്ണിക്കുന്നത്. അല്ലയോ ഭഗവാനെ, നിർവികാര സ്വരൂപിയായ ഭഗവാനെ, അങ്ങയെ ഇച്ഛിക്കുന്നവർക്ക്, അതാണ് അടുത്ത വരി, ഇച്ഛിപ്പവർക്കു ഷഡാധാരം കടന്നുപരി. അങ്ങയെ ഇച്ഛിപ്പവർക്ക്, ഇച്ഛിപ്പവർക്കെന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നവർക്ക്, ഷഡാധാരം കടന്നു ഉപരി, അവർ 3 ആധാരചക്രങ്ങളും കടന്ന്, 3 6 ഷഡാധാരം കടന്നുപരി, 6 ആധാരചക്രവും കടന്ന്, ഉപരി ഷഡാധാരം, അത് യോഗശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ഷഡാധാരം എന്നതും. ഈ ഷഡാധാര ചക്രങ്ങൾ ഏവയൊക്കെയാണെന്ന് വെച്ചാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇവയാണ് ഷഡാധാരം എന്ന് പറയുന്നത്. ഇതിനെ കടന്നുപരി, ഇതിനെ അതിവർത്തിച്ച്, അതായത് യോഗശാസ്ത്രത്തിലെ മുക്തി എന്നാൽ ഈ 6 ആധാരചക്രങ്ങളെയും മറികടന്ന് സഹസ്രാരത്തിലെത്തുന്നതാണ് മുക്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്ന്, അതായത് ഈ സത്വരജസ്തമോ ഗുണമുള്ളതുകൊണ്ടാണ് നമ്മളുടെയൊക്കെ ജീവിതം ഈ ആധാരങ്ങൾക്കിടയിലാണ് എന്നാണ് പറയുന്നത്. അതിനെ അതിവർത്തിച്ച് ഭഗവാനുമായി ഏകീഭവിക്കുവാൻ, അല്ലയോ ഭഗവാനെ ഇച്ഛിപ്പവർക്ക്, ആരാണോ ആഗ്രഹിക്കുന്നത് അവർക്ക്, അല്ലയോ ഭഗവാനെ അങ്ങ് മാത്രമാണ് ആശ്രയം, എനിക്ക് ഇനിയൊരു ജന്മം വേണ്ട, എനിക്ക് ഇനിയും ഭഗവാനിൽ ലയിക്കണം എന്ന് ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് ഭഗവാനെ നിർവികാര സ്വരൂപനായ അങ്ങ് മാത്രമാണ് ആശ്രയമായിട്ടുള്ളത്. അടുത്ത വരിയിൽ പറയുന്നു, വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കൂ സത്വരജ, അത് ആദ്യത്തെ വരിയിലും അവസാനത്തെ വരിയിൽ തമോഭേദരൂപം, അതായത് 3ഉം 4ഉം വരികൾ ഒരുമിച്ചാണ്. വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോഭേദരൂപഹരി നാരായണായ നമഃ. ഈ വിശ്വത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി, നിലനിൽപ്പ്, പ്രളയം, ലയം, നാശം, സൃഷ്ടി, ഉത്ഭവം, ശരിക്കും സാധാരണ പറയുന്നത് സൃഷ്ടി സ്ഥിതി ലയം എന്നാണ് പറയുക. പക്ഷേ ഇവിടെ എഴുത്തച്ഛൻ ആ ഓർഡറൊന്നും നോക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആ മനോഭാവം ഭഗവാനുമായി ലയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ നിയമങ്ങളൊന്നും അദ്ദേഹം പാലിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ കവി ഇവിടെ പറയുകയാണ്, വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കും, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും അതിൻ്റെ
നിലനിൽപ്പിനും അതിൻ്റെ നാശത്തിനും എന്നീ അവസ്ഥകൾക്കൊക്കെ ഭഗവാനെ അങ്ങാണ് കാരണഭൂതൻ. ആ സൃഷ്ടി നടത്തണമെങ്കിൽ എന്ത് വേണം? ഈ 3 ഗുണങ്ങളും വേണം. നിർവികാരനായിരുന്ന് അത് സൃഷ്ടിക്കാൻ സാധിക്കില്ല. അപ്പം വികാരങ്ങളെ കൈക്കൊള്ളണം. ഈ സൃഷ്ടി എന്ന വികാരത്തിനെ കൈക്കൊള്ളണമെങ്കിൽ ഭഗവാന് ഈ 3 ഗുണങ്ങളും എടുത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് എന്ത് ചെയ്തു? സത്വരജസ് തമോ ഭേദരു, ഈ 3 ഭേദരൂപങ്ങളെ, ഈ 3 ഭേദഗുണങ്ങളെ അല്ലയോ ഭഗവാനെ അങ്ങ് കൈക്കൊണ്ടിട്ടാണ് അങ്ങ് സൃഷ്ടി നടത്തിയത് എന്ന് പറയുകയാണ്. വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദരൂപഹരി നാരായണായ നമഃ. അപ്പോൾ ഇവിടെ 9ാമത്തെ ശ്ലോകത്തിൻ്റെ ചുരുക്കം എന്തെന്ന് വെച്ചാൽ, ഭഗവാനെ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം നിർവികാര സ്വരൂപമാണ്. ഏകവും അദ്വൈതവുമായ പരബ്രഹ്മനാണ് അങ്ങ്. പക്ഷേ അങ്ങ് മായാസഹിതനായിക്കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അങ്ങ് കൈക്കൊണ്ട ഒരു ആവരണമാണ്, അല്ലെങ്കിൽ അങ്ങ് സ്വീകരിച്ച ഒരു രൂപമാണ് സത്വഗുണമായി സൃഷ്ടി നടത്തി, രജോ ഗുണമായി പരിപാലിച്ചു, തമോ ഗുണത്തിനെ കൈക്കൊണ്ട് അതിനെ ലയിപ്പിച്ചു. ഈ 3 ഗുണങ്ങളെയും അങ്ങ് സ്വീകരിച്ചത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും പ്രപഞ്ചത്തെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുവാനും വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നുമായും അങ്ങയ്ക്ക് ബന്ധമില്ല. പക്ഷേ പ്രപഞ്ചത്തിന് വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടി അങ്ങ് ഇത് കൈക്കൊണ്ടതാണ്. അല്ലയോ ഹരിനാരായണ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പം സൃഷ്ടിസ്ഥിതി ലയകർത്താവായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു, നിർവികാര സ്വരൂപനായ അങ്ങയെയും ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ചിപ്പവർ കുഷഠാധാരം കടന്നു പരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദരൂപഹരി നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. 10ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. ഇവിടെ എഴുത്തച്ഛൻ എന്തൊക്കെ വർണ്ണനകളാണ് നൽകുന്നതെന്ന് നോക്കാം. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരു ഉപദേശം തരും ജനനം അറ്റീടുവന്നവനും അറ്റീടും അന്ന് അവനും. ഒരുമിച്ച് പറയുമ്പോൾ അറ്റീടും അന്നവനും എന്ന് പറയും. പദം ഛേദിച്ച് പറയുമ്പം അറ്റീടും അന്നവന്, ജനനം അറ്റീടും അന്ന് അവന് നാരായണായ നമഃ. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനും മുക്തിക്കു തക്കൊരുപദേശം തരും ജനനം അറ്റീടുമന്നവനു നാരായണായ നമഃ. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റീടുവന്നവനു നാരായണായ നമഃ. അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങ് ആരാണ്? തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ. അങ്ങ് തത്വത്തിനുള്ളിൽ, അതായത് സർവ പ്രപഞ്ച സൃഷ്ടിക്കുള്ളിൽ, അതാണ് തത്വത്തിനുള്ളിൽ എന്ന വാക്കുകൊണ്ട് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്.
സർവപ്രപഞ്ചവും അങ്ങ് ഈ സത്വരജസ് തമോ ഗുണത്തോടു കൂടി ഇരുന്നു കൊണ്ട് സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചവയിലെല്ലാം അങ്ങ് പ്രവേശിച്ചു. ചെയ്തിരുന്ന പൊരുൾ, ഉദയം ചെയ്തിരുന്ന പൊരുൾ, ഈ സർവപ്രപഞ്ച സൃഷ്ടിക്കുള്ളിലും ഉദയം ചെയ്യുന്ന, പ്രവേശിച്ചിരിക്കുന്ന പൊരുൾ, പ്രകാശിച്ചിരിക്കുന്ന പൊരുൾ, ചൈതന്യം, ഉണ്മ, തത്വം അങ്ങ് തന്നെയാണ് ഭഗവാനെ എന്ന് പറയാം. അപ്പം ഭഗവാൻ എന്തിനു വേണ്ടി ഈ നിർവികാരൻ വികാരത്തെ സ്വീകരിച്ചു, അല്ലെ 3 ഗുണങ്ങളെ സ്വീകരിച്ചു എന്ന് വെച്ചാൽ, ഭഗവാൻ സൃഷ്ടി നടത്തണം. സൃഷ്ടി നടത്തിയതിന് ശേഷം എന്താ, ഈ സൃഷ്ടിച്ച സർവ്വജീവരാശികളിലും, അതിൽ നമ്മളും പ്രാണികളും പുഴകളും മലകളും എല്ലാ ദേവതകളും സർവപ്രപഞ്ചവും ഉൾപ്പെടും. അതിനുള്ളിലേക്കൊക്കെ എന്താ, ഭഗവാൻ ഈ സത്വരജസ്തമോ ഭേദ രൂപത്തോടുകൂടി പ്രവേശിച്ചു. ആ പ്രവേശിച്ച ഉദയം ചെയ്യുക, പ്രവേശിക്കുക, അങ്ങ് തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിലും നിങ്ങളിലും സർവരിലുമുള്ള ചൈതന്യം അങ്ങ് തന്നെ, ആ പൊരുൾ ചൈതന്യം അങ്ങാകുന്നു ഭഗവാനെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്നോടൊപ്പമുണ്ട്, എന്നിൽ നിന്നും അന്യമല്ല. കാരണം എന്താ, ഞാൻ ഈ സൃഷ്ടിയുടെ ഭാഗമാണ്. അപ്പോൾ സൃഷ്ടിച്ചത് ഭഗവാനാണെങ്കിൽ, അതിൽ ഉദയം ചെയ്തിരിക്കുന്നത്, പ്രവേശിച്ചിരിക്കുന്നത് ഭഗവാനാണെങ്കിൽ, ഞാൻ ഈ സൃഷ്ടിയുടെ ഭാഗമാണ്. എന്നിലും പ്രവേശിച്ചിരിക്കുന്നത്, കുടികൊള്ളുന്നത് ആ ചൈതന്യപ്പൊരുളാവുന്നു. അതിനെ പ്രാപിക്കണം. ഭഗവാനെ അങ്ങാണ് സർവത്തിലും കുടികൊള്ളുന്നത് എന്ന അറിവ് എനിക്കുണ്ടാകണം. അതാണ് അടുത്ത വരിയിൽ പറയുന്നത്, എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പ. ഈ അറിവ് എനിക്ക് എങ്ങനെ കിട്ടണം? എനിക്ക് ഈ അറിവ് വെറുതെ കിട്ടിയതല്ല. എനിക്ക് എങ്ങനെ കിട്ടി? ഗുരുപദാന്തേ, ഗുരുവിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ അറിവ് എനിക്ക് ഉറയ്ക്കണമെങ്കിൽ, എന്നിൽ കുടികൊള്ളുന്നത് പരമാത്മാവാണ് എന്ന് എനിക്ക് ഉറയ്ക്കണമെങ്കിൽ, അതിലേക്ക് എത്തിയിടുവാൻ, പ്രാപിക്കുവാനായിട്ട്, ആ അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക് എനിക്ക് പ്രാപിക്കുവാനായിട്ട് ഗുരുപാദത്തിൽ ഭക്തിയോടെ ഞാൻ ഭജിക്കുന്നു. ആരൊക്കെ ഇങ്ങനെ ഭജിക്കുന്നോ അവരെല്ലാം ഭഗവാനിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഗുരുപദാന്തേ ഭജിപ്പവനു, ഗുരുപാദത്തിൽ ഭക്തിയോടെയും ശ്രദ്ധയോടും കൂടി ആര് ഭജിക്കുന്നുവോ, ആരാധിക്കുന്നുവോ. അപ്പോൾ ഈശ്വരൻ വേറെയല്ല, ഗുരു വേറെയല്ല. ഈശ്വരനെ കാണിച്ചു തരുന്ന നാഥനാണ് ഗുരുനാഥൻ. അപ്പോൾ ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. ഈശ്വരൻ വേറെയല്ല, അതുകൊണ്ട് ഗുരുവും എനിക്ക് വേറെയല്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, എനിക്ക് ഉത്തമ ഗുരുവിനെ നൽകിയതിന് അങ്ങേക്ക് നന്ദി. ആ ഗുരു നൽകിയ അറിവ് എനിക്ക് ശ്രദ്ധയോടെ ഭക്തിയോടെ ഭജിക്കാൻ സാധിക്കുന്നതിന് അങ്ങേക്ക് നന്ദി. ഭഗവാനെ, ഈ ശ്രദ്ധ ഭക്തി എന്നെ അങ്ങയിലേക്ക് നയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ പദ്യത്തിൽ ഇനി 3-ാമത്തെ വരി മുതൽ നമുക്ക് നോക്കാം. മുക്തിക്ക് തക്കൊരുപദേശം തരും ജനനം അറ്റിയിടും അന്നവന്. മുക്തിക്കു തക്കൊരുപദേശം തരും ജനനം അറ്റിയിടുമന്നവനു നാരായണായ നമഃ. മുക്തിക്കു തക്കൊരു ഉപദേശം, മോക്ഷപ്രാപ്തിക്ക് അനുയോജ്യമായ ഉപദേശങ്ങൾ ആര് തരും? എനിക്ക് ഗുരു നൽകും. ആ എൻ്റെ ഗുരുനാഥിൽ നിന്നാണ് അങ്ങ് നിർവികാരനാണെന്നും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി 3 ഗുണങ്ങളെ അങ്ങ് ഒരു കവചം പോലെ, ആവരണം പോലെയോ അല്ലെങ്കിൽ വസ്ത്രം പോലെയോ എടുത്ത് അങ്ങ് അണിഞ്ഞിരിക്കുന്നതാണ്. ഈ വസ്ത്രം എപ്പോൾ വേണമെങ്കിലും അഴിച്ചു മാറ്റാൻ അങ്ങക്ക് ശേഷിയുണ്ട്. അപ്പോൾ ഈ അറിവെല്ലാം എനിക്ക് ഗുരുവാണ് പറഞ്ഞു നൽകിയത്. അതുകൊണ്ട് ഈ ഉപദേശം, ഗുരു പറഞ്ഞു തന്ന ഈ ഉപദേശം എനിക്ക് എന്താണ്? മുക്തിക്കാണ് എന്നെ നയിക്കുന്നത്, മുക്തിയിലേക്കാണ് എന്നെ നയിക്കുന്നത്, മോക്ഷഗതിയാണ് യഥാർത്ഥത്തിൽ അങ്ങയെക്കുറിച്ചുള്ള അറിവ് ഗുരുനാഥൻ എനിക്ക്
പകർന്നു നൽകിയത്. ആ ഉപദേശം അല്ലയോ ഭഗവാനെ എനിക്ക് എന്നോടൊപ്പം എപ്പോഴും കൂട്ടായിരിക്കണേ, അതിനെനിക്ക് ഭക്തിയും ശ്രദ്ധയും നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഗ്രഹം, ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും ഈ അനുഗ്രഹം എനിക്ക് എന്താണ് മാർഗനിർദ്ദേശമായി, ലക്ഷ്യപ്രാപ്തിയായി വരിക്കുക? ജനനം അറ്റിയിടും അന്നവന്. ആരാണോ, ഞാൻ മാത്രമല്ല, അവൻ ആരാണോ, ഏതൊരു ഭക്തനാണോ ശ്രദ്ധയോടും ഗുരുശ്രദ്ധയോടും ഈശ്വര ശ്രദ്ധയോടും കൂടി ഭഗവാനെ അറിയുന്നത്, ഭഗവാനെ പ്രാപിക്കുന്നത്, അവർക്ക് എന്താണ് ഫലം? ജനനം അറ്റിയിടും. ആ ഉപദേശം ലഭിക്കുമ്പോൾ ആ ശിഷ്യൻ ജനന മരണത്തെ അധിവർത്തിക്കുന്നു. അറ്റിയിടും എന്ന് വെച്ചാൽ നശിക്കുക, ജനനം അറ്റിയിടും എന്ന് വെച്ചാൽ ജനനവും മരണവും ഇല്ലാണ്ടാകും. അവർക്കിനി ഒരു ജന്മം ഉണ്ടാവില്ല. അതാണ് യഥാർത്ഥ മോക്ഷം. അതിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരുനാഥൻ. ആ ഗുരു ഈശ്വരരൂപൻ തന്നെയാണ്. ഈശ്വരനെ കാട്ടിത്തരുന്നവനാരോ അവനാണ് ഗുരു. ആ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നു, എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നാരായണൻ. ഞാൻ പുറത്തന്വേഷിക്കേണ്ട, സർവപ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്നു, എന്നിലും കുടികൊള്ളുന്നു എന്ന അറിവ് എനിക്ക് ലഭിച്ചു. ഇത് ഞാൻ ഭക്തിയോടുകൂടി ഈ അറിവിനെ ഭജിക്കും. ആ ഭജനം എന്നെ മോക്ഷത്തിലേക്ക് നയിക്കും എന്ന പ്രാർത്ഥനയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ മനോഹരമായ പദ്യമാണ് ഇത്. നമ്മൾക്കെല്ലാവർക്കും ഈ ഒരു പഠനത്തിലൂടെ ഭഗവാൻ ആരെന്ന് തിരിച്ചറിഞ്ഞ് മോക്ഷമാർഗത്തിലേക്ക് നയിക്കുവാൻ സാധിക്കണേ. നമ്മളും എഴുത്തച്ഛനെ പോലെ ഒരു അംശമായി മാറുവാൻ, ഭഗവാനെ ലയിക്കുവാൻ ഈ ശ്ലോകങ്ങൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിതൊന്ന് ചൊല്ലാം. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരുപദേശം തരും ജനനം അറ്റിയിടുവന്നവനു നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. 11 മുതലുള്ള ശ്ലോകങ്ങൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. ഹരി ഓം.